രസകരമായ വ്യാഖ്യാനം. എല്ലാ ഇസ്മും ആരെ പഠിപ്പിച്ചു? ആദം അലി ഇസ്ലാമിനെ പഠിപ്പിച്ചു. അപ്പൊ ഒരു ചോദ്യം, കൈലാട്ട, കൈലിക്കണ, രണ്ട് പിഞ്ഞാണം, ഇല, മരം, ഇതൊക്കെ പഠിക്കാൻ നിൽക്കണം ഡിക്ഷണറിയിലോ? അല്ലമ ആദം അൽ അസ്മാ എല്ലാ പേരും പഠിപ്പിച്ചു. ഒരർത്ഥം അല്ലമ ആദം അൽ അസ്മാ കുല്ലഹ, ഓരോ ഇസ്മുകളും ഒരു തരം പാസ്വേഡാണ്. 99 ഇസ്മുണ്ട്. 99 ഇസ്മും ഒരു തരം പാസ്വേഡാണ്. അപ്പോൾ ഈ പാസ്വേഡ് ഓപ്പൺ ആക്കിയാൽ എന്താകും? ഓലെ ആപ്പ് മുഴുവനും പോകും. ഫോൺ ലോക്ക് ചെയ്തു. ഇതുകൊണ്ട് അക്കം കൊണ്ട് മക്കളെ കാണാതെ കൊണ്ടിടക്കലാണ്. കാരണം നമ്മളെ രഹസ്യമൊന്നും തകരുത്, കുട്ടികളും അറിയരുത്, മക്കളും അറിയരുത് വിചാരിച്ച് ലോക്കിട്ട് ഇങ്ങനെ കൊണ്ടിടക്കല. ഒരു ദിവസം മോളൊന്നും ഇങ്ങനെ നോക്കി, ആര് കണ്ടടിച്ചു? ലോക്ക് 4 അക്കല്ലേ, അല്ലെ 3 അക്കല്ലേ? 3 അക്കം കൊണ്ട് ഓർക്കണത് ഏതാ? ഒരു വിജ്ഞാനത്തിന്റെ പ്രപഞ്ചം. അല്ലാഹു മതി. പിന്നെയോ റഹ്മാനുർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാറുൽ മുതകബ്ബിർ. 99 പേര്, 99 പാസ്വേഡ്. 99 പാസ്വേഡാണ്. ഒറ്റ പാസ്വേഡ് ഉണ്ടായാൽ തന്നെ വിജ്ഞാനം തുറന്നൂടെ? എല്ലാം എല്ലാ ഇസ്മുകളും അങ്ങോട്ട് പഠിച്ചു. വിജ്ഞാനം മുഴുവനും ഒരിടത്താണ്ട് സ്വരൂപിച്ചു. അപ്പോൾ മലക്കുകൾ തോറ്റു. ആർക്ക് സുജൂദ് ചെയ്തു? ആദമിന്. ഒരർത്ഥം അല്ലമ ആദം അൽ അസ്മാ കുല്ലഹ, ടെക്നിക്ക് കയ്യിൽ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. ഏതാനും ഇസ്മുകൾ മാത്രം. കോടി അക്കങ്ങൾ ഉണ്ടാക്കാം. 1 മുതൽ 9 പ്ലസ് 0 അക്കത്തെണ്ണം മതി. 9 പോലെ ഇനി ഉണ്ടാക്കല് 50 അപ്പോൾ ആദം അസ്മാ ഇസ്മുകൾ ലോകരിതമാണ്. ഒരർത്ഥം അതായിട്ട് പഠിച്ചു ആദം അലൈഹിസ്സലാം. പിന്നെ വിജ്ഞാനത്തിന്റെ പ്രപഞ്ചം അത് വിശ്വാസികളുടെ കയ്യിലായി. എല്ലാ ഇൽമും വഹിയാണ്. എല്ലാ ഇൽമും. ഞാനിപ്പോ ഒരു കാര്യം കൂടി ഇങ്ങനെ പറയാം. അറിവ് എന്ന് പറയുന്ന ഒരു സാധനം ആയിട്ടൊരു കാര്യത്തെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടത്തരം എന്നല്ല, അറിവായി ഇങ്ങനെ നാട്ടിൽ നിലനിൽക്കും ചില പൊട്ടത്തരങ്ങൾ. കുൽക്കി സർബത്ത് എന്താണ്?